ഹായ് സുന്ദരീസ്. അപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് കേട്ടോ മലേഷ്യ സിംഗപ്പൂർ. അപ്പൊ മലേഷ്യയിൽ നമ്മൾ 2-3 ദിവസം നിന്നിട്ട് അപ്പൊ മലേഷ്യ ടു സിംഗപ്പൂർ ബസ്സിലാണ് നമ്മൾ പോണത്. 6 മണിക്കൂറോളം എടുക്കും കേട്ടോ. അപ്പൊ കുറെ കൂടി കംഫർട്ടബിൾ ആണ് ബസ്സിൽ. നമുക്ക് നല്ല മസാജിങ് ചെയർ ഒക്കെ ഉണ്ട്. നമുക്ക് നന്നായിട്ട് അത് പിന്നിലേക്ക് ആക്കിയിട്ട് ചെയർ പിന്നിലേക്ക് ആക്കിയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. പിന്നെ 6 മണിക്കൂറോളം ഉള്ള യാത്ര. അപ്പൊ നന്നായിട്ട് ഉറങ്ങാനുള്ള സമയമുണ്ട്. മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് നല്ല എക്കണോമിക്കലാണ്. ഫ്ലൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൈസ വളരെ കുറവാണ് കേട്ടോ. അപ്പൊ അതേ നമ്മൾ ഐബിസ് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യണത്. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ സിംഗപ്പൂരിന്റെ കാര്യം അറിയാലോ, മൊത്തം എല്ലാം ഹോട്ടൽസ് എല്ലാം വളരെ കോമ്പാക്റ്റ് ആയിരിക്കും, വളരെ ചെറിയ റൂംസ് ആയിരിക്കും. നമ്മുടെ നാട്ടിലത്തെ പോലെ ഈവൻ തായ്ലാൻഡ് മലേഷ്യയിലൊക്കെ പോയി താമസിക്കുമ്പോൾ നമുക്ക് അതേ പൈസയ്ക്ക് കുറെ കൂടി വലിയ റൂംസ് ആയിട്ടുണ്ടാവും. പക്ഷെ നീറ്റ് ക്ലീൻ, നമുക്ക് ഭയങ്കര അത്ഭുതം ഫീൽ ചെയ്യും. നമ്മൾ ആ ഹോട്ടലിൽ തന്നെ ആദ്യം എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇമ്മക്കുട്ടി പെട്ടെന്ന് പഠിച്ചെടുത്തു. നമ്മള് പോണത് റിവർ ക്രൂസിലാണ്. അപ്പൊ ഇതിൽ എങ്ങനെയാ വെച്ചാൽ നമ്മള് ബോട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഫുൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണിക്കും. അപ്പൊ ഒരുവിധം നമ്മുടെ സിംഗപ്പൂരിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ്. ഇമ്മക്കുട്ടിയുടെ ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമായിട്ടില്ലേ. ഇത് എടാബമ്മയുടെ ഔട്ട്ഫിറ്റ് ആണ്. മിന്ത്രയിൽ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്, സുഖമാണ് ഇടാനായിട്ട്. എന്റെ ഉടുപ്പ് ഞാൻ എവിടെന്നോ പണ്ടെപ്പോഴും 2 വർഷം മുമ്പത്തെ മേടിച്ചു. ഇപ്പോഴാണ് ഇടാനൊരു അവസരം കിട്ടിയത്. അപ്പൊ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക. എല്ലാവരും ഇങ്ങനെ വായം പൊളിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുറ്റിനും ഇങ്ങനെ കാണാൻ കുറേ കാഴ്ചകളുണ്ട്. ഇത്രയും വലിയ വലിയ ബിൽഡിങ്സ്, ഭയങ്കര അത്ഭുതമാണ്. ഫസ്റ്റ് ഡേ അല്ലേ നമുക്ക് ഇവിടെ സിംഗപ്പൂർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ മോൾസിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ചാൾസ് ആൻഡ് കീത്ത് ഉണ്ട്. അത് എന്റെ ബാഗാണ് കേട്ടോ ഏട്ടൻ പിടിച്ചിരിക്കുന്നത്. അത് അങ്ങനെയാണല്ലോ, നമ്മൾ വലിയ ബാഗ് എടുക്കും, പക്ഷെ പിന്നീട് നമ്മുടെ ഭർത്താവായിരിക്കും അത് പിടിക്കുന്നുണ്ടാവുക. ചാൾസ് ആൻഡ് കീത്തിന് എനിക്ക് എന്തെങ്കിലും മേടിക്കണം എന്നുണ്ട്. പക്ഷെ ഇന്നല്ല, നമുക്ക് അടുത്ത വരും ദിവസങ്ങളിൽ ബെറ്റർ ആയിട്ടുള്ള മോൾസ് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് അവിടെ നിന്ന് മേടിക്കാം കേട്ടോ. ആദ്യത്തെ ദിവസം തന്നെ പൈസ പൊട്ടിച്ച് കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ വിചാരിച്ചു ബുഗി സ്ട്രീറ്റിൽ പോവാം. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ ബുഗി സ്ട്രീറ്റ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ചീപ്പായിട്ട് ഫുഡ് ആണെങ്കിലും ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളിവിടെ കുറച്ചൊന്ന് കറങ്ങി. പക്ഷെ ഞാൻ തീരുമാനിച്ചുള്ള കാര്യമായിരുന്നു ഡ്രസ്സ്, റാൻഡം ആയിട്ടുള്ള ബാഗ്, അങ്ങനത്തെ ഒന്നും എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല. അനാവശ്യമായിട്ടുള്ള ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. എനിക്ക് ഓൾറെഡി ഡ്രസ്സ് ഉള്ള കാരണമാണ് കേട്ടോ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മനസ്സാകെ ഒരു സാധനം വേണമെന്നുള്ളൂ, അത് ചാൾസ് ആൻഡ് കീത്ത് ആണ്. പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. സിംഗപ്പൂർ നമുക്കറിയാലോ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വലിയ ബഡ്ജറ്റ് നമ്മൾ മാറ്റി വെച്ചിരുന്നില്ല കേട്ടോ. മെയിൻ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന സാധനമാണ് ഈ ചിക്കൻ റൈസ്. ഇവിടുത്തെ മെയിൻ ആണ്, അത് അടിപൊളിയാണ്. മാച്ച ട്രൈ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് മാച്ച ട്രൈ ചെയ്യുന്നത്. ദോഷം പറയുന്നതല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഫ്രഷ് അടിപൊളി ഫ്രൂട്ട്സ് ആണ്. നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ടയേർഡായി. കാര്യം നമ്മൾ ബസ്സിൽ കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും പോരാന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സും കൂടി ഷോപ്പിംഗ് ചെയ്ത് അങ്ങനെ ഇതാ റൂമിലെത്തി. 2 പേരും ഇരുന്ന് വായിക്കാണ്. എനിക്ക് വായിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങി. അങ്ങനെ ഇതാ നമ്മുടെ ഡേ 2 ബിൽഡിംഗ് ഒക്കെ നോക്കി നിൽക്കുക. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഏത് കർട്ടൻ തുറന്നാലും ജനലയുടെ പുറത്ത് നോക്കിയാലും ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്സ് കാണാം. പിന്നെ കുട്ടീനെ ഒരുവിധം കുത്തിപ്പൊക്കി എണീപ്പിച്ച് നമ്മൾ ഇതാ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇമ്മേനെ എപ്പോഴും അതെ ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് നേരം എടുക്കും ഓൺ ആവാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഏട്ടൻ എടുത്ത് നടക്കും. ഞാൻ എടുക്കാറില്ല, എന്നെ കൊണ്ട് പറ്റാറില്ല എടുക്കാനായിട്ട്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുറേ വിഭവങ്ങളുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറെ വെറൈറ്റീസ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ദിവസത്തിലെ ഏറ്റവും അധികം ഫുഡ് കഴിക്കാൻ പറ്റുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. കുറെ പേർക്ക് ലഞ്ചാണ് തോന്നുന്നു അല്ലെ, കുറെ പേർക്ക് ഡിന്നറാണ്. എനിക്ക് ഏറ്റവും കുറവ് കഴിക്കാൻ പറ്റിയ ഡിന്നറാണ്. ഏറ്റവും അധികം കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതും കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകുമ്പോൾ എനിക്ക് കുറെ വെറൈറ്റീസ് ഇല്ലേ, അങ്ങനത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഡിഫറെന്റ് ടേസ്റ്റ് ഒക്കെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നല്ല ഇഷ്ടം. ഇമ്മയ്ക്കും അതെ കുറെ സാധനങ്ങൾ ട്രൈ ചെയ്യാനായിട്ടൊക്കെ നല്ല ഇഷ്ടം. ഞാൻ ക്രോസോണ്ട് ഒക്കെ കഴിച്ചു. പിന്നെ സാലഡ്സും പിന്നെ ചിക്കൻ ഉണ്ട്, അങ്ങനത്തെ കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. മീറ്റ് ബോൾ, പിന്നെ ബീഫ്, പോർക്ക് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോഫി, ജ്യൂസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓരോ പ്ലേറ്റുകളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് വരും. അത് മാത്രമല്ല ഇമ്മക്കുട്ടിയുടെ പ്ലേറ്റ് ഒന്നും ഞാൻ കഴിക്കും, ഏട്ടന്റെ പ്ലേറ്റ് ഒന്നും ഞാൻ കഴിക്കും. പിന്നെ ഉറക്കത്തിന്റെ ഒരു കുറവുണ്ട്, അതാണ് ഞാനിങ്ങനെ നോക്കുന്നത്. അപ്പൊ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ പോണത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ വന്ന് ഫുഡ് കഴിച്ചു. നമുക്ക് 9:30 ആകുമ്പോഴെങ്കിലും അവിടെ എത്തണം. 10 മണിക്കാണ് സ്റ്റാർട്ട് ആവുക. അപ്പൊ
നമുക്ക് റെഡി ആവണത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ടോണർ അപ്ലൈ ചെയ്തു, പിന്നെ ആ ഫാൻ വെച്ചിട്ട് ഉണക്കി. സിംഗപ്പൂർ വരുമ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി ഫാൻ കരുതുക, തൊപ്പി കരുതുക, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകണമെന്നുള്ളതും കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാ മോയ്സ്ചറൈസർ ഇട്ടു. സൺസ്ക്രീൻ അത്യാവശ്യത്തിലധികം വാരിപ്പൊത്തുക, കാരണം നമ്മൾ ഇന്ന് നല്ല വെയിലത്താണ്, ഫുൾ ടൈം വെയിലത്തായിരിക്കും. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ റീഅപ്ലൈ ചെയ്യാനുള്ള സൺസ്ക്രീനും കൂടി എടുക്കാം. ടൈമുകുട്ടിക്ക് ഞാൻ അത്യാവശ്യത്തിന് സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ജനലിൽ നിന്ന് വരുന്ന ഫീലാണ് നല്ല രസമില്ലേ, അത് മുഖത്തടിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ പോലെ ഉണ്ടാവും. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഇനി വീടൊക്കെ ആവുമ്പോൾ സ്റ്റുഡിയോ ഒക്കെ പണിയുമ്പോൾ എന്തായാലും ഇങ്ങനെ വെയിൽ വരുന്ന ഒരു ഭാഗം വേണം, അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ല, പക്ഷെ എപ്പോഴെങ്കിലും ദൈവം സഹായിച്ചങ്ങനെ ഉണ്ടാവട്ടെ അല്ലേ. പിന്നെ അത് ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തു. ആദ്യം ഞാൻ ലിപ് ടിന്റ് ഇട്ടു. ലിപ് ടിന്റിന്റെ മീതെ ആണ് കേട്ടോ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നത്, അപ്പോൾ ലിപ്സ്റ്റിക് കുറെ കൂടി ലാസ്റ്റ് ആവും. പിന്നെ മസ്കാര ഇട്ടു. ഇതാണ് എന്റെ സ്ഥിരമായിട്ടുള്ള മേക്കപ്പ്. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, കുറച്ച് ലൂസ് പൗഡർ, മസ്കാര, ലിപ്സ്റ്റിക്. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒലിച്ചു പോവില്ല. പിന്നെ ബ്ലഷ്, ഒന്നും ഒലിച്ചു പോകാനും മാത്രമുള്ള മേക്കപ്പ് ഇല്ല, എന്ന അത്യാവശ്യത്തിന് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. രസമല്ലത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൗഡറൊക്കെ ഒന്ന് തട്ടിക്കളയാം, കഴിഞ്ഞു. സിമ്പിൾ മേക്കപ്പ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇമ്മക്കുട്ടിക്ക് ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ട് മുടി പോണിറ്റെയിലാണ് കേട്ടോ കെട്ടി കൊടുക്കുന്നത്. നിനക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ അഴിച്ചിടാനാണ് ഇഷ്ടം, പക്ഷെ എനിക്ക് മുടി കെട്ടി വെച്ച് അങ്ങനെ നല്ല നീറ്റ് ലുക്ക് അങ്ങനെ ആണ് ഇഷ്ടം. അവസാനം ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, ഇന്ന് മുടി പകുതി വരെ മുടി കെട്ടി കൊടുക്കാം, ബാക്കി അഴിച്ചിടാം എന്നുള്ളത്. മുടി വലുതായിട്ടോ ഇമ്മക്കുട്ടിയുടെ, ഇനി വെട്ടണം. അപ്പൊ നമ്മള് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഇവിടെ ക്യാബൊക്കെ നല്ല എക്സ്പെൻസീവ്. അത് നമ്മൾ പാക്കേജ് എടുത്തിട്ട് ഫെന്റാസ്റ്റിക് ട്രാവലിന്റെ പാക്കേജ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ക്യാബിന്റെ കാര്യങ്ങളൊക്കെ അതിലങ്ങ് പൊക്കോളും. യൂണിവേഴ്സൽ സ്റ്റുഡിയോന്റെ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ. പിന്നെ ഇവിടെ 2 ടൈപ്പ് ടിക്കറ്റ് ഉണ്ട്. ഒന്ന് എക്സ്പ്രസ് ടിക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നോർമൽ ടിക്കറ്റും ഉണ്ട്. എക്സ്പ്രസ് ടിക്കറ്റ് ഇതിന്റെ ഇരട്ടി എക്സ്പെൻസീവ് ആണ്, പക്ഷെ ക്യൂ വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നേരത്തെ എത്തിയ കാരണം 9:30 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ആ ആപ്പിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, ഓരോ റൈഡിനും എത്ര കണ്ടും ക്യൂ ഉണ്ട് എന്നുള്ളതും, ഓരോ റൈഡ് അത് അവൈലബിൾ ആണോ, ഇൻ കേസ് അതില്ലെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ധാരണയുള്ള കാരണം നമുക്ക് എക്സ്പ്രസ് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ എടുക്കണം കേട്ടോ. എടുക്കണോണ്ട് തെറ്റില്ല, പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ എക്സ്പ്രസ് ടിക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ നടക്കും. അപ്പൊ നമ്മൾ ആദ്യം പോയ റൈഡിന് ആകെ 5 മിനിറ്റ് ക്യൂ ഉണ്ടായിരുന്നുള്ളൂ, കഷ്ടി 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമായിട്ടുള്ളൊരു റൈഡ് തന്നെയായിരുന്നു കേട്ടോ. ഇതെങ്ങനെയാ വെച്ചാൽ 7 സെക്ടർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽസ് ആപ്പിലുണ്ട്. നമുക്ക് ഏകദേശം ഒരു പ്ലാനിങ്ങിൽ പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പോയി വരാൻ പറ്റും. ഇത് ട്രാൻസ്ഫോമേഴ്സ് റൈഡ് ആണ്. ഇത് സൂപ്പർ, ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു റൈഡ് തന്നെയാണ്. പിന്നെ ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊരു എന്താ വെച്ചാൽ ഒരു ഹോളിവുഡ് ഷോ ഉണ്ടായിരുന്നു, അത് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. സ്പിൽബർഗിന്റെ ഒരു ഷോ ഉണ്ട്, അതിലിങ്ങനെ ലൈറ്റും ആക്ഷനും ഒക്കെ ആയിട്ട് കൊടുങ്കാറ്റ് വരുമ്പോൾ എങ്ങനെയാ നമുക്ക് ഫീൽ ചെയ്യുക, അതൊക്കെ ഭയങ്കര സൂപ്പർ ആയിരുന്നു. കാണേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ റിവെഞ്ച് ഓഫ് മമ്മി എന്ന് പറഞ്ഞിട്ടുള്ള റൈഡ് ഉണ്ട്, അത് സൂപ്പറാണ്. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോണ കാരണം പലതിനും ഇത് ക്യാമറ അലൗഡ് അല്ല. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ബാഗിൽ എന്തായാലും ഒരു ബാക്ക് പാക്ക് കരുതുക. അതിൽ വെള്ളം, സ്നാക്സ്, ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ്, അതേപോലെ തന്നെ ഒരു റെയിൻ കോട്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ കരുതി വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാം കുറെ കൂടി സ്മൂത്ത് ആവും. ഇവിടുത്തെ ഭക്ഷണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതേപോലെ തന്നെ കിട്ടാനും താമസം എടുക്കും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കരുതി വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ ജുറാസിക് ആണ്. ആ ജുറാസിക്കിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ കുറച്ച് ക്യൂ ആയി. നമുക്ക് ഒരു അരമണിക്കൂർ ക്യൂ വന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഇതുണ്ടല്ലോ ഏകദേശം ഒരു 60 ഏക്കറിനെക്കാട്ടിനും മീതെ ഉണ്ട്. അപ്പൊ അത്രയും നടക്കാനുണ്ട് കേട്ടോ. അത് നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ് ഇടാം. നമ്മൾ വേണം എന്ന് ആഗ്രഹിച്ച റൈഡിലൊക്കെ കയറാൻ പറ്റി. എല്ലാം നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഒരു അബദ്ധം നമുക്ക് പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര സ്നാക്സ് കരുതിയില്ല എന്നുള്ളത് മാത്രമേ നമുക്കൊരു അബദ്ധമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു സ്നാക്സ് അലൗഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഗൂഗിളിൽ ചില സ്ഥലത്ത് കണ്ടത് അലൗഡ് അല്ല, എന്നാൽ ചില സ്ഥലത്ത് അലൗഡ് ആണെന്നാണ് കണ്ടത്. അപ്പോൾ അലൗഡ് ആയിരുന്നു, കാരണം ചെക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആവശ്യത്തിന് സ്നാക്ക് എടുക്കായിരുന്നു കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് മേടിച്ചത് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, വില കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി കേട്ടോ. പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമാവേ. പിള്ളേർക്കത് ഒന്നും പറയാനില്ല, അവർക്കത് ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു മെമ്മറി ആയിട്ടുണ്ടാവും. കുട്ടികൾക്കത് ശരിക്കും ഭയങ്കര രസമായിട്ടുണ്ടാവും. ശരിക്കും സിംഗപ്പൂർ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഫാമിലീസിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് എസ്പെഷ്യലി നമുക്ക്
ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരാൻ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ഇതേപോലത്തെ കുറേ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. റീമക്കുട്ടിക്ക് ഇവിടുന്ന് പോകണ്ടാന്ന് പറഞ്ഞിട്ടാണ് കരയണത്. പക്ഷെ നമുക്ക് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റോസയിൽ പോകണം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ടുള്ള ബസ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് നമുക്ക് സെൻറ്റോസയിൽ പോകാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് കേബിൾ കാറിൽ അതിൻ്റെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓൺലൈനിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള കാരണം ഒട്ടും സമയമൊന്നും നഷ്ടം വന്നില്ല. അപ്പോൾ നമ്മൾ സെൻറ്റോസ ഐലൻഡിൽ പോയി. അത് കേബിൾ കാറിൽ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. മലേഷ്യയിൽ നമ്മൾ ജെൻഡിങ് ഐലൻഡ്സിൽ കേബിൾ കാറിൽ പോയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മൾ കടലിൻ്റെ മീതെ കൂടെയൊക്കെ ഇങ്ങനെ കേബിൾ കാറിൽ പോകുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് വിഷ് ബെല്ലാണ്. അവിടെ തന്നെ ബെല്ല് മേടിക്കാം. നമുക്ക് അതിൽ എഴുതി വെച്ചിട്ട് നമുക്ക് ഇവിടെ തൂക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇടയിൽ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഉടുപ്പ് കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ റെയിൻ കോട്ട് ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ അതൊക്കെ നമുക്ക് കരുതണം കേട്ടോ. ഡ്രസ്സൊക്കെ കരുതുക. കാര്യങ്ങൾ കുറെ കൂടി സ്മൂത്ത് ആവും. ഇവിടെ നിന്ന് ഞാൻ ചിക്കൻ റൈസ് തന്നെയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. സിംഗപ്പൂർ വരുമ്പോൾ എന്തായാലും ഇവിടുത്തെ ചിക്കൻ റൈസ് ട്രൈ ചെയ്യുക. നമ്മൾ ടേസ്റ്റ് പോലെയാണ് ചോറും ചിക്കനും തന്നെയാണ്, പക്ഷെ വേറൊരു വെറൈറ്റിയിൽ. ഇവിടെ കുറേ മയിലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കണ്ട് പിന്നെ നമ്മൾ വിങ്സ് ഓഫ് ടൈം ആണ് കേട്ടോ അവിടുത്തെ ഒരു ലൈറ്റ് ആൻഡ് ഒരു ആക്ഷൻ സോങ്, അങ്ങനെ മ്യൂസിക് ആയിട്ടുള്ളതാണ്. സോങ് അല്ല, മ്യൂസിക് ആയിട്ടുള്ളതാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു 20 മിനിറ്റ്സ് നമുക്കിങ്ങനെ ഭയങ്കര അത്ഭുതം തോന്നി. എങ്ങനെയത് നമ്മളിത് കാണാം, എങ്ങനെയത് ഇങ്ങനെ ഉണ്ടാവണേ എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ പടക്കമൊക്കെ കുറവായിരുന്നു. കൂടുതലായിട്ട് ലൈറ്റും ആ മ്യൂസിക്കും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പോണത് സൂയിലേക്കാണ് കേട്ടോ. അപ്പം ഇന്നലെ നമ്മളിത് ഇത്രയും സെൻറ്റോസയും അവിടെയൊക്കെ പോയി ഇത്രയൊക്കെ നടന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല അത്യാവശ്യം ഉറങ്ങി എണീറ്റിട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറേ കൂടുതൽ നടക്കാനുണ്ട്. കാരണം അത്ര ഏക്കേഴ്സ് ഓഫ് ഭൂമി ഉണ്ട് ഇവിടെ നടക്കാനായിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബേർഡ്സ് പാരഡൈസ് ആണ് കേട്ടോ. ഇത് ശരിക്കും ഏട്ടന് വേണ്ടിയിട്ടാണ്. ഏട്ടന് കൂടുതലും ഇങ്ങനെ പക്ഷികളെയാണ് ഇഷ്ടം, മൃഗങ്ങളെക്കാളും കൂടുതൽ. എനിക്കും ഇമക്കുട്ടിക്കും മൃഗങ്ങളെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുറേ നടന്ന് പക്ഷികളൊക്കെ കണ്ടു. പെൻഗ്വിൻ, പിന്നെ ഇവിടെ കുറേ നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എസ്പെഷ്യലി ഈ ഒരു പ്രായമാണെങ്കിലുണ്ടല്ലോ 8, 9, 10, 12 വയസ്സ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഇങ്ങനെ വായിക്കാനൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ, ഓരോരോ കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഇതുണ്ട് കേട്ടോ, ബേർഡ്സിനെ കുറിച്ചിട്ടും ഒക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അവിടെ തന്നെയുള്ള റെയിൻ ഫോറസ്റ്റിലാണ്. ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഷട്ടിൽ ചെയ്യാനുള്ള ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമുക്ക് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് നമ്മളിനി സൂവിലേക്ക് പോകാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം എന്തായാലും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ സൂ കവർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സൂ ഉണ്ടല്ലോ, സൂ തന്നെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, അത്ര അധികം ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ സിംഗപ്പൂർ ആകെ 4 ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓടി നടന്ന് എല്ലാം കാണുക എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് നമ്മളിതെല്ലാം കൂടി ഒരു ഒറ്റ ടിക്കറ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒറ്റ ടിക്കറ്റായിട്ട് എടുക്കുമ്പോൾ ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ നടന്ന് ഞാൻ ക്ഷീണിച്ചു. പിന്നെ ആവശ്യത്തിന് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ബോട്ടിൽ കരുതുക, കാരണം ഇവിടെ വെള്ളം നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമ്മൾ മിനറൽ വാട്ടർ ആയിട്ട് വേറെ മേടിക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ വെള്ളത്തിന്. അപ്പോൾ അതുകൊണ്ട് ഇത് ബോട്ടിൽ കരുതിയാൽ മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈസിയിൽ ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ നല്ല സുഖം. പിന്നെ ഞാൻ ChatGPT ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്. അതൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ള കാരണം കുറേ കൂടി സ്മൂത്ത് ആയിട്ട് പോയിട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ മെഗ്ഡിന്ന് തന്നെയാണ് കഴിച്ചത്. കാരണം എന്താ വെച്ചാൽ കുറേ കൂടി പെട്ടെന്ന് കിട്ടും ഫുഡ്, പിന്നെ ഡീസൻറ്റ് ഫുഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മെഗ്ഡിന്ന് കഴിച്ചു. കുറേ കാലത്തിന് ശേഷം മെഗ്ഡിന്ന് കഴിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇമക്കുട്ടിക്ക് തൊപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് സൂ, അതേപോലെ തന്നെ റിവർ വണ്ടേഴ്സ് ആണ് കേട്ടോ. റിവർ വണ്ടേഴ്സിൽ നമുക്ക് പാൻഡയൊക്കെ ഉണ്ട്. പാൻഡേനെ കാണാൻ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇമക്കുട്ടി എസ്പെഷ്യലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത തോന്നുന്നത് എന്താണെന്ന് പറയുക, ഈ സൂ ആണെങ്കിലും നമുക്ക് മൃഗങ്ങളെ ഒട്ടും ഇവർ ഉപദ്രവിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീലിംഗേ ഇല്ല. മൃഗങ്ങൾ അവരുടെ രീതിയിൽ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കണു. നമ്മൾ ഒരു ഔട്ട്സൈഡറായിട്ട് വന്നിട്ട് മൃഗങ്ങളെ കാണുന്നു, അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ സൂലുണ്ടല്ലോ ഇങ്ങനെ ബസ് ഉണ്ട് കേട്ടോ. നമ്മൾ എന്താ ചെയ്തെച്ചാൽ ഈ ബസ്സിൽ നമ്മൾ ഫുൾ സൂ ആദ്യം കണ്ടു. 4 സ്റ്റോപ്പുകളായിട്ടുണ്ട്. അങ്ങനെ കണ്ടതിന് ശേഷമാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് വേണ്ട ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് തിരിച്ച് നമ്മൾ നടന്നു വന്നത്. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇൻ കേസ് നമുക്ക് നടക്കാൻ മടിയാണെങ്കിൽ ഈ വണ്ടി ഫ്രീ ആണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, പ്രായമായവരാണ്, നമുക്ക് അധികം നടക്കാനുള്ള നിവൃത്തിയില്ല എന്നൊക്കെയാണെങ്കിൽ ഈ ഒരു ഷട്ടിൽ ബസ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഓരോ സ്റ്റോപ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കയറാം. പിന്നെ കിഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ആടൊക്കെ ഉണ്ട്, അവരെ തൊടാം.
എനിക്ക് തോന്നുന്നു തായ്ലൻഡ് സൂലൊക്കെ ആണെങ്കിൽ വലിയ വലിയ മൃഗങ്ങളെ മറ്റേ പുലി അതിനൊക്കെ തൊടാൻ പറ്റും. ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ പറയില്ലേ കുറെ കൂടി മൃഗങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന തരത്തിലുള്ള സൂ ആണ്. ഞങ്ങൾ കണ്ടോ ഞങ്ങളത് കാണുന്ന ക്ഷീണിച്ചിട്ട്. പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഒക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇത്ര അടുത്തൊന്നും ഇങ്ങനെ ഇത്രയും മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഈ ഫാൻ ഉള്ളത് നന്നായിട്ടോ. ഞങ്ങള് 3 പേർക്കും ഓരോരോ കുട്ടി കുട്ടി ഫാൻ വെച്ചിട്ട് ഓൾറെഡി നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഓരോരോ മെഷീൻസ് ഉണ്ട്. ആപ്പിൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ളത്, ഷുഗർ കെയിൻ ഉണ്ട്, അതേപോലെ തന്നെ ഓറഞ്ചും ഉണ്ട്. ഇത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. സിംഗപ്പൂർ എല്ലായിടത്തും ഉണ്ട്. സൂല് മാത്രമല്ല, സൂലാണെങ്കിൽ $3 ആണെങ്കിൽ ബാക്കി സ്ഥലത്തൊക്കെ $2. ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണല്ലോ. അതെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് കാണാം. ഓറഞ്ച് ഇങ്ങനെ സ്ക്വിഷ് ചെയ്ത് അതിന്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് അതിൽ ഐസൊക്കെ ഇട്ടിട്ട് തരും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വെച്ചാൽ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. ഇത് ലയണിനെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇടയ്ക്ക് കുടിക്കാനും കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സൂല് വന്നപ്പോൾ കുറെ കൂടി സ്നാക്സ് ഒക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പൊ അവിടെ മാത്രമേ ഇരുന്ന് കഴിക്കാൻ പാടുള്ളൂ. അതല്ലാണ്ട് നമ്മൾ റാൻഡം ആയിട്ടൊന്നും ഇരുന്ന് കഴിക്കരുത്. കാരണം അത് മൃഗങ്ങൾ മറ്റേ മങ്കിയൊക്കെ ഉണ്ടല്ലോ, അത് വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. പിന്നെ അവർക്കത് ഹാംഫുൾ ആണ് നമ്മുടെ ഫുഡ്. ഇവർക്ക് പ്രത്യേകമായിട്ട് വേറെ ഫുഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഈ മൃഗങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത്ര ആ തരത്തിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ എന്തായാലും വേണമല്ലോ. അപ്പൊ അതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ വന്നിട്ടാണ് അതൊക്കെ ഞാൻ വായിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ പാൻറ്റയുടെ അവിടെ നമ്മൾ വന്നു. അതൊരു നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ പാൻറ്റയെ കുറിച്ച് കുറേ വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഉറക്കമായിരുന്നു നമ്മൾ പോയ സമയത്ത്. അപ്പൊ അവിടുത്തെ ആളിങ്ങനെ പറയായിരുന്നു, ഇതിങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ചാൽ 2 ദിവസമൊക്കെ ഉറങ്ങത്രേ. പിന്നെ ഇതിനെ എണീപ്പിക്കാനാണ് പാട്. അങ്ങനെ കഷ്ടപ്പെട്ട് എണീപ്പിക്കുന്നത്. നല്ലൊരു ജീവിതം അല്ലേ പാൻറ്റയുടെ. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഗാർഡൻസ് ബൈ ദി ബേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ വേറെ ക്യാബ് എടുത്ത് പ്രത്യേകമായിട്ട് വന്നതാണ് കേട്ടോ. ആക്ച്വലി ഇന്നത്തെ പാക്കേജിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കിത് കാണണം എന്നുള്ളൊരു ആഗ്രഹത്താൽ നമ്മൾ ഗാർഡൻസ് ബൈ ദി ബേയിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് ഫ്രീ ആണ്. ഗാർഡൻസ് ബൈ ദി ബേക്ക് ഫ്രീ ആണ്. പക്ഷെ ഇവിടെ വേറെയും കാര്യങ്ങളുണ്ട്. അതിന് നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. പക്ഷെ നമ്മൾ ഗാർഡൻസ് ബൈ ദി ബേ കാണാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ലൈറ്റ് ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ക്ഷീണിച്ച് അവിടെ കിടപ്പായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചു നേരം അവിടെ കിടന്ന്, ഇവിടെ അല്ലാട്ടോ ലൈറ്റ് ഷോ ഉള്ളത്, അതിൻ്റെ പിൻവശത്താണുള്ളത്. അപ്പോൾ ലൈറ്റ് ഷോയുടെ ടൈം ആയപ്പോൾ ഞങ്ങൾ നടന്ന് വേഗം ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ലൈറ്റ് ഷോ ഒക്കെ കണ്ട് പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ലിറ്റിൽ ഇന്ത്യ ആണ് കേട്ടോ. ദിവാലി ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഫുഡും കാര്യങ്ങളൊക്കെയാണുള്ള. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 3 പേർക്കും അങ്ങനെ നിർബന്ധം ഇല്ല. എന്തായാലും നമ്മുടെ നാട്ടിലത്തെ ഫുഡ് തന്നെ വേണം അങ്ങനെ നിർബന്ധമില്ല. നമുക്ക് വേറെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടം. ഈവൻ ദോ ഞങ്ങൾ 3 പേരും വളരെ ഡിഫറെൻ്റ് ആണെങ്കിലും ചില കാര്യങ്ങളിൽ മാത്രം ഞങ്ങൾ ഒത്തുപോകാറുള്ളൂ ഇങ്ങനത്തെ ഇഷ്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് പക്ക ഒരു ഇന്ത്യൻ തമിഴ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മുടെ ഹോട്ടലിനടുത്ത് തന്നെ വന്നിട്ട് അവിടെ നിന്ന് എഗെയിൻ ചിക്കൻ റൈസ്, പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ക്രാബ് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചു. ഇവിടുത്തെ ഒരു ഫുഡും നമുക്ക് ഫ്ലോപ്പ് ആയിരുന്നില്ല കേട്ടോ. എല്ലാം നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നടന്ന് ക്ഷീണിച്ച കാരണം ഇമ്മക്കുട്ടി എനിക്ക് ലെഗ് മസാജ് ചെയ്ത് തരാണ്. ഇമ്മുന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞാലും എനിക്കും ഏട്ടനവള് മിക്ക ദിവസവും ലെഗ് മസാജ് ചെയ്ത് തരും. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ പോവാൻ നിൽക്കുന്ന ദിവസമാണ്. അപ്പൊ ഇന്ന് നമുക്ക് അധികം സമയമൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് സെഫോറയിലാണ്. ഇവിടെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ബുഗീസ് മോളിലാണ് കേട്ടോ. ഞാൻ നമ്മൾ വന്ന് ബുഗീസ് സ്ട്രീറ്റിലല്ലേ, ഇവിടെ ബുഗീസ് മോളിൽ വന്നു. സെഫോറയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പിന്നെ ചൈന ടൗണിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എഗെയിൻ ഇതൊരു ചീപ്പായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മെയിനായിട്ടും അതായത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സ് വേണമായിരുന്നു. അതേപോലെ തന്നെ കായ ജാം അറിയില്ലേ, അതൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അത് സിംഗപ്പൂർത്തെ സ്പെഷ്യലായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു ബുദ്ധ ടെമ്പിൾ ആണ്. ഞങ്ങൾ ആക്ച്വലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് മൈൻഡ് കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്തു. ആ ട്രാവൽ അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. നമുക്കിങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ ഒരു സമാധാനം നമുക്ക് ഉണ്ടാവുകയും കുറച്ചുകൂടി നമുക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ഫീലിംഗ് ഇല്ലേ, അതെനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാൾസ് ആൻഡ് കീത്തിലാണ് വന്നിട്ടുള്ളത്. അയ്യോ, ഇതിനായിരുന്നു ഞാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ബാഗൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള 2-3 ബാഗ്സ് മേടിച്ചിട്ടുണ്ട്. 2 എനിക്കും 1 എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ മക്കുട്ടിക്ക് ആയിരുന്നായിരുന്നു ഏറ്റവും സന്തോഷം. കാരണം ഞാൻ വരുമ്പോൾ തൊട്ട് പറയുന്നത് എനിക്ക് ചാൾസ് ആൻഡ് കീത്ത് കാണുന്നത്. അപ്പം എനിക്ക് സന്തോഷമാകുമ്പോൾ അവർക്ക് സന്തോഷം.
അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് നമുക്ക് അങ്ങനെയല്ല. എനിക്കും അതെ കേട്ടോ. എനിക്ക് എൻ്റെ അച്ചീവ്മെന്റ്സിൽ ഉണ്ടാവുന്ന സന്തോഷത്തിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ അച്ചീവ്മെന്റ്സിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവില്ലേ, ആ സന്തോഷം കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം. പിന്നെ ദേ നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തി, തിരിച്ചു പോകാനായിട്ട് എയർപോർട്ടിൽ നമ്മൾ ആ വാട്ടർഫോൾസ് കണ്ടപ്പോൾ തന്നെ അയ്യോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഒരു എന്താ അല്ലേ, ഒരു അത്ഭുതം ഫീൽ ചെയ്തു. പിന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ന്യൂഡിൽസ് ബൗൾ മേടിച്ചു, അതുപോലെ തന്നെ കായ ടോസ്റ്റ്, അങ്ങനെ അതൊക്കെ കഴിച്ചു. എയർപോർട്ടിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ചൈന ടൗണിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ പുറത്തുനിന്ന് തന്നെ മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് കഴിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് മിസ്സായി പോയി. അപ്പോൾ അതൊക്കെ കഴിച്ച് വിശപ്പൊക്കെ ഒന്ന് ഒതുക്കി സമാധാനമായി. വിശപ്പാണ് സഹിക്കാൻ വയ്യാത്ത. സിംഗപ്പൂർ ഒരു അടിപൊളിയായിട്ടുള്ള ട്രിപ്പ് തന്നെയായിരുന്നു. ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് റെഫർ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പോയത്. ഒരുപാട് പേര് വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടുള്ള ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. നമുക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ട് കുറച്ച് നമ്മുടെ മലയാളീസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ സിംഗപ്പൂർ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റട്ടെ. അപ്പോൾ ലവ് യു സോ മച്ച്. ബൈ.